ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം, ഡോക്ടർ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ ഭാഗ്യമുണ്ടായ ഒരു വേദി കൂടിയായിരുന്നു കോഴിക്കോടൻ ദിവസങ്ങൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സന്ദർശനത്തിനെത്തിയ ഡോക്ടർ അബ്ദുൽ കലാം രാഷ്ട്രപതിയെ കാണാനും പടമെടുക്കാനും ഞാൻ ഏറെ ആദരിച്ചിരുന്ന, ബഹുമാനിച്ച എന്നത്തെയും ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുൽ കലാം. അത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ നാഴികക്കല്ലാണ്. തുടർന്ന് കോഴിക്കോട് ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചെറുതാണെങ്കിലും വലുതായിട്ടുള്ള ഒരു ഓർമ്മ ഉള്ളത്, അന്ന് കോഴിക്കോട് കടപ്പുറത്തു നിന്ന് ഒരിക്കൽ ഒരു ഫോൺ വരികയാണ്. അതായത് ആ കടപ്പുറത്ത് ഒരു സീസണായി കഴിഞ്ഞാൽ അവിടെ ഒലിവ് റിട്രലി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട വലിയ ആമകൾ വന്ന് മുട്ട ഇട്ട് പോവാറുണ്ട്. കൂട്ടമായിട്ടാണ് വരിക. ഒറീസ തീരങ്ങളിലാണ് ഇത് വ്യാപകമായി കാണുന്ന ആമകളാണ്. വളരെ വലിയ ആമകളാണ്. പുതിയാപ്പ കടപ്പുറത്ത് ഒരു പേർട്ടിക്കുലർ സ്ഥലത്താണ് ഇവർ കൂട്ടമായി വന്ന് ഏകദേശം 6 അടിയോളം താഴ്ചയിൽ ഇവർ കുഴി കുഴിച്ച് ഡിഗ് ചെയ്ത് അതിനകത്ത് 10, 50, 60 മുട്ടകൾ നിക്ഷേപിച്ച് അത് മണൽ കൊണ്ട് മൂടി തിരിച്ച് കടലിലേക്ക് പോവുകയാണ് ഈ ആമകൾ ചെയ്യാറുള്ളത്. ഇത് പലതവണ കണ്ട പലരും വിളിച്ചതനുസരിച്ചാണ് പലപ്പോഴും ഞാൻ അവിടെ പുലർച്ചയ്ക്ക് പോലും എത്തിയിരുന്നത്. പലപ്പോഴും എനിക്ക് ആ ഒരു കാഴ്ച, ഇവർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് അവർ കാര്യം സാധിച്ച് പോയിട്ടുണ്ടാവും ഈ ആമകൾ. അതിൻ്റെ ഒരു പ്രത്യേകത പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. ഭൂമിയിൽ അമ്മയെ കാണാതെ വളരുന്ന ഏക കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഈ ആമക്കുഞ്ഞുങ്ങളാണ്. 90 ദിവസമോ മറ്റോ ആണ് മുട്ട ഇത്രയും താഴ്ചയിൽ നിന്ന് വിരിഞ്ഞ് സ്വമേധയാ ഈ മണൽ മാറ്റി ഈ കുഞ്ഞുങ്ങൾ പുറത്ത് വന്ന് ഇത് പടിഞ്ഞാറ് കടലിൻ്റെ കാറ്റേറ്റ് ആ പടിഞ്ഞാറ് കാറ്റിൻ്റെ ദിശ കണക്കാക്കിയിട്ട് അവർ പമ്മി പിച്ച വെച്ച് കടലിലേക്ക് നടന്നു നീങ്ങി, ഇഴഞ്ഞു നീങ്ങി കടലിലേക്ക് അങ്ങ് പോകുന്നു. ഈ വേളയിൽ ഇവർ കൂട്ടമായിട്ടാണ് ഈ മണലിൽ നിന്ന് പുറത്തേക്ക് വരാറ്. ഈ സമയം ആകാശത്ത് പറക്കുന്ന പരുന്തുകളും കഴുകന്മാരും എല്ലാം തന്നെ പലപ്പോഴും ഇവരെ റാഞ്ചിക്കൊണ്ടുപോകും. അപ്പോൾ പുറത്ത് വരുന്ന 10, 50 മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളിൽ ഏറിയാൽ 8, 10 എണ്ണം മാത്രമേ ഈ കടലിലേക്ക്, അല്ലെങ്കിൽ കടൽ സ്വീകരിച്ച് പോകാറുള്ളൂ. ബാക്കി എല്ലാം തന്നെ ജീവൻ മറ്റാരോ കൊത്തിക്കൊണ്ടു പോകാറ്. ആ പടം ഇന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ സേവ് ചെയ്തിട്ടുണ്ട്. ഇന്നും എന്നെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണ്. അതൊരു അറിവാണ്. അമ്മയെ കാണാതെ ജീവിക്കുന്ന എൻ്റെ അറിവിൽ ഏക ജീവി എന്ന് പറയുന്നത് ഈ ആമക്കുഞ്ഞുങ്ങളാണ്. പ്രകൃതി നൽകുന്നൊരു പാഠം വളരെ വലുതാണ്. ഇതൊക്കെ ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഫോട്ടോഗ്രാഫിയിലൂടെ ഞാൻ കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ എല്ലാം ജീവിതത്തിൻ്റെ പാഠങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾ കടലിലേക്ക് പോയി കടലിൻ്റെ അനന്തവിഹായത്തിൽ ജീവിച്ച് അവരും ഈ മുട്ടയിടുന്ന പ്രായമാവുമ്പോൾ ഇതേ കടപ്പുറത്തേക്ക് തന്നെ വരികയും ഇവിടെ തൻ്റെ പൂർവികർ നിക്ഷേപിച്ച സ്ഥലത്ത് മുട്ടയിട്ട് അവരും മക്കളെ കാണാതെ പോകുന്ന ഒരു സംഭവം. ഈ അറിവ് ഒരു പക്ഷേ എനിക്ക് അവിടുത്തെ പ്രാദേശികമായ കടപ്പുറത്തെ നാട്ടുകാരിൽ നിന്ന് കിട്ടിയ ഒരു വലിയ അറിവാണ്. ഇതൊക്കെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ അമ്മയെ കാണാതെ, പ്രത്യേകിച്ചും അമ്മയെ ഉപാസിക്കുന്ന എനിക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നത്. പിന്നീട് ഞാൻ അറിഞ്ഞു, ഒറീസ തീരത്ത് ഈ ഒലീവ് റിട്രലി എന്ന് പറയുന്ന
ആമയുടെ വൻ ശേഖരം തന്നെയുണ്ടെന്ന്. അതുപോലെ തന്നെ ഇത് ഒരു മെസ്സേജായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മേന്മ എന്ന് പറയുന്നത് പടത്തിൻ്റെ മേന്മ എന്നതിലുപരി ഇത് നൽകുന്നൊരു പാഠം, ഇത് കാണുന്ന കുട്ടികൾക്കുള്ളൊരു പാഠം വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെയാണ് കോഴിക്കോടിനടുത്ത് കോട്ടുളിയിലോ മറ്റോ ഒരിക്കലൊരു ഫോൺ വന്ന് ഞാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൗതുകം എന്തെന്ന് വെച്ചാൽ ആ കിണറ്റിൽ ചെറിയൊരു കിണറാണ്. ആ കിണറിൽ ഒരു വലിയ നീർക്കോലിയും ഒരു ആമയും ഒരു തവളയും, ശത്രുക്കളല്ല ബന്ധുക്കൾ. മനുഷ്യൻ മാത്രമേ ഇത്രയേറെ ശത്രുതയോടെ പരസ്പരം കഴിയാറുള്ളൂ. മൃഗങ്ങൾ, അതുകൊണ്ടായിരിക്കാം പണ്ട് കവി പാടിയത്, കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായി, മർത്യനാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു എന്ന് കവി പാടിയത് ഒരു പക്ഷേ ഇത്തരം ചില കാഴ്ചകൾ കണ്ടിട്ടാകാം. ഇത് പടത്തിൻ്റെ മേന്മ എന്നതിലുപരി ഈ പടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അറിവ് നിസ്സാരമല്ല. പത്രക്കാരുടെ സോഴ്സ് എന്ന് പറയുന്നത് പ്രാദേശികമായ പത്രക്കാർക്ക് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഏറ്റവും മിനിമം വേണ്ടത് ബന്ധങ്ങളാണ്. നമുക്ക് ഓരോ ദിവസവും ഓരോ ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളാണ് നമ്മളെ കോണ്ടാക്ട്സുകൾ. അത് പോലീസാവട്ടെ, ഫയർഫോഴ്സ് ആവട്ടെ, പ്രാദേശികരായിക്കോട്ടെ, ഏത് ഗ്രാസ് റൂട്ടിലുള്ള സാധാരണക്കാരൻ മുതൽ ഉന്നതങ്ങളിൽ വരെ നമ്മൾക്ക് ഈ പരിചയങ്ങളും ബന്ധങ്ങളും തന്നെയാണ് നമ്മളുടെ നല്ല ഒരു പടം നമുക്ക് ലഭിക്കാനും അറിയാനും ഇടവരുത്തുന്നത്. അതുപോലെ ഒരു ദിവസം ഫോൺ വന്ന പ്രകാരം ഞാൻ കോഴിക്കോട് കടപ്പുറത്ത് ചെല്ലുമ്പോൾ സമീപത്തെ എവിടെയോ ഉള്ള ഒരു വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികളെ അവിടുത്തെ കന്യാസ്ത്രീകൾ കയ്യും പിടിച്ച് കടൽ കാണിക്കാൻ കൊണ്ടുവന്നിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് കണ്ണിൽ. ഒരുപക്ഷെ ജീവിതത്തിലെ മക്കളാൽ തള്ളപ്പെട്ട അനാഥരായി കഴിയുന്ന അമ്മമാർ, വൃദ്ധന്മാരായിട്ടുള്ള അപ്പൂപ്പന്മാർ, ഇവരെ അവിടുത്തെ ഏതോ ഒരു വൃദ്ധസദനക്കാർ കടൽ കാണിക്കാൻ കൊണ്ടുവന്നു. ആ കടല് ചൂണ്ടിക്കാണിക്കുന്ന ഒരു അമ്മൂമ്മയെ കടലിനെ നോക്കി ഒരു ആകാംക്ഷയോടെ ഇരിക്കുന്ന ആ പടമായിരുന്നു അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത്. പക്ഷേ പിറ്റേ ദിവസം പത്രം അടിച്ച് വന്നു. പിറ്റേ ദിവസം ആ അന്തേവാസികൾ ആരോ പറഞ്ഞ് അവിടെയുള്ള പത്രത്തിൽ അവർ ആ കാഴ്ച കണ്ടു. അന്ന് ഉച്ചയോടെ ആ അമ്മ, അല്ലെങ്കിൽ ആ വൃദ്ധയായ അമ്മ ആ പടം കണ്ടു സന്തോഷ നിർവൃതി അടഞ്ഞു. അന്ന് വൈകുന്നേരം, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമോ മറ്റോ പിന്നീട് ഞാൻ അറിഞ്ഞു, അമ്മ ഈ ലോകത്തോടും നാടിനോടും കടലിനോടും ഭൂമിയോടും വിട പറഞ്ഞു എന്നുള്ളത്. ഇന്നും ഞാനത് ഓർക്കുന്ന ഒരു വലിയ നിമിഷമാണ്. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളാണ് മനസ്സിൽ കുറിച്ചിടേണ്ടത്. ചില പാഠങ്ങൾ നമുക്ക് നൽകുന്നത് വലിയ ഉദാത്തമായ സംഘർഷങ്ങളോ ലോകമഹായുദ്ധങ്ങളെടുത്തതോ മറ്റോ ഒന്നുമല്ല. ഈ പറയുന്ന 2-3 കാര്യങ്ങൾ, ഈ ആമ പഠിപ്പിച്ച പാഠവും, ആസ് എ ഫോട്ടോ ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആകാശത്തിന് താഴെ എന്തും അറിയുക, ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ഒരു ഫോട്ടോ ജേർണലിസ്റ്റിൻ്റെ ആത്യന്തികമായ ഒരു കർമ്മവും ധർമ്മവും. നമ്മളിലെ ഒരു മനുഷ്യൻ ഉണ്ടെന്ന് ദ്യോതിപ്പിക്കുന്ന നൈമിഷികമായ ഒരു പത്രത്തിൽ അച്ചടിച്ച് വരുന്ന പടം എന്നതിലുപരി ആ പടത്തിൽ നിന്ന് നമുക്ക് എന്ത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, എന്ത് മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ഈ സമൂഹത്തിനോട് ചെയ്യേണ്ട ഒരു മിനിമം പ്രതിബദ്ധത, ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് ഞാൻ കക്കയം ക്യാമ്പ്, കുട്ടിക്കാലത്ത് ഒരുപാട് തിക്തമായ വാർത്തകളെ കൊണ്ട് മനസ്സ് നിറഞ്ഞ രാജൻ എന്ന കഥാപാത്രം, ഒരു പക്ഷേ അന്ന് ഒട്ടും ചെറുപ്പമായിരുന്ന എനിക്ക് ഈ രാജൻ എന്ന കഥാപാത്രത്തെ, ഒരു പാട്ട് പാടിയതിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന രാജനെ, അല്ലെങ്കിൽ രാജൻ്റെ ഉരുട്ടി മരണപ്പെട്ടു, അതിലേക്ക് നയിച്ച ഭയാനകമായ ബീഭത്സകമായ
മർദ്ദനമുറകൾ കേട്ടു വളർന്ന എനിക്ക് ഏറെ ഉൾക്കിടലത്തോടു കൂടിയിട്ടാണ് കക്കയം ക്യാമ്പിലെ ഒരു ഫീച്ചർ ചെയ്യാൻ റിപ്പോർട്ടർമാർക്കൊപ്പം പോകേണ്ടി വന്നത്. 94 കാലഘട്ടത്തിലാണ് രാജൻ മരിച്ചിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഒരു ഫീച്ചർ ചെയ്യുന്നതിനായി കക്കയം ഞാൻ ക്യാമ്പിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കോട്ടയത്തു നിന്ന് വന്ന മലയാള മനോരമയുടെ സീനിയർ മോസ്റ്റ് റിപ്പോർട്ടേഴ്സ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നും ഒരു മഴ പെയ്യുന്ന ദിവസം തന്നെയായിരുന്നു, കോരിച്ചെരിയുന്ന മഴയത്ത്. അത് ഒരു രാജൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സർവേ പോലുള്ള ഒരു ഫീച്ചറായിരുന്നു എത്രയോ വർഷം തികയുന്നു. അപ്പോൾ അവിടെ കക്കയം ക്യാമ്പിലേക്ക് കയറുന്ന അവിടെ റോഡ് സൈഡിൽ രാജൻ്റെ ഒരു അർദ്ധകായ പ്രതിമ മഴ നനഞ്ഞിരിക്കുന്നുണ്ട്. ഒരു വേള രാജൻ്റെ സഹപാഠികളായിരുന്ന സ്റ്റീഫൻ, വർഗീസ് തുടങ്ങിയ ഞാനും ഈ അന്നത്തെ ചരിത്രം കുറച്ച് പഠിച്ചതിന് ശേഷമാണ് ഇവർക്കൊപ്പം ക്യാമ്പിലേക്ക് പോയത്. പഴയ ക്യാമ്പിൻ്റെ സ്ഥാനത്ത് ടെൻറ്റുകൾ പലതും ഞാൻ പോയപ്പോഴില്ല. ഉരുട്ടിയെന്ന് പറയപ്പെടുന്ന ക്യാമ്പ്, രാജൻ താമസിച്ച മുറി, പിന്നെ രാജനെ തള്ളിയിട്ടു എന്ന് പറയപ്പെടുന്ന ചീളുകൾ കൊണ്ട് ഉള്ള ഒരു പുഴ, വെള്ളച്ചാട്ടം, ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു കെട്ടിടത്തിന് മുൻപിൽ കത്തിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം. ഇതിലൊക്കെ വാസ്തവങ്ങൾ എന്തൊക്കെ തന്നെയായാലും പറഞ്ഞു വരുന്ന അതല്ലായിരുന്നു. ആ കക്കയം ക്യാമ്പിലേക്ക് പോകുന്നതിന് മുൻപ് രാജൻ്റെ അർദ്ധകായ പ്രതിമ അന്നും മഴ നനഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പൂർണ്ണമായും മഴയത്ത് മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന ആ പടം ഞാൻ അറിയാതെങ്കിലും ഞാൻ എടുത്തു. ആരായാലും എടുത്തു പോകും. ഒരു വേള കണ്ണും നനയും. ആ മഴയ്ക്കൊപ്പം അന്ന് എൻ്റെ കണ്ണും നനഞ്ഞിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്ന വഴികാട്ടി പറഞ്ഞു, ഈ പ്രതിമ വെച്ച ആ സമയത്താണ് ഒരിക്കൽ രാജൻ്റെ അച്ഛൻ, തൃശ്ശൂർ സ്വദേശിയായ രാജൻ്റെ അച്ഛൻ ഈച്ചര വാര്യർ ഒരിക്കൽ അവിടെ വരികയും, അതും ഒരു മഴക്കാലമായിരുന്നു. ആ മഴക്കാലത്ത് മഴയത്ത് ഈ പ്രതിമയ്ക്ക് മുൻപിൽ ഈച്ചര വാര്യർ നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞ വാക്കുകൾ ആ പ്രാദേശികവാസി പറഞ്ഞു. എന്തിനാണ് എൻ്റെ മകനെ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനിയും ഈ മഴയത്ത് നിർത്തിയത് എന്ന് പറഞ്ഞ് ഈച്ചര വാര്യരുടെ വാക്കുകൾ ആ പ്രാദേശികവാസി പറഞ്ഞപ്പോൾ ഒരു അച്ഛൻ്റെ ദുഃഖം ആ വാക്കുകൾക്ക് ഏറെ അർത്ഥമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇനിയും മതിയായില്ലേ, ഇനി എന്തിനാണ് എൻ്റെ മകനെ മഴയത്ത് നിർത്തിയത്? സത്യത്തിൽ ആ വാക്കും കേട്ടിട്ടാണ് ആ ക്യാമ്പിലേക്ക് ഞാൻ പോയത്. അതുമായി അനുബന്ധമായ കുറേ പടങ്ങളും കുറേ സംഭവങ്ങളും ചിത്രീകരിച്ച് തിരിച്ചു വരുമ്പോഴും എൻ്റെ മനസ്സിൽ അന്നും എന്നും ഇന്നും ആ മകനെ കാണാൻ, അല്ലെങ്കിൽ നീതിക്കായി അവസാനം വരെ പോരാടി കണ്ണുനീർ വാർത്ത ആ ഈച്ചര വാര്യരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ കൂടി ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്. തുടർന്ന് കോഴിക്കോടിൻ്റെ തന്നെ സാറ്റലൈറ്റ് യൂണിറ്റായ വയനാട് സ്വതേ അന്ന് മഴക്കാലമായാൽ വയനാടിക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കോടഞ്ചേരി, തിരുവമ്പാടി പ്രദേശങ്ങൾ ഉരുൾപൊട്ടലിൻ്റെ വളരെ ദുരിതങ്ങൾ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഒരു പക്ഷേ കോഴിക്കോടൻ ജീവിതത്തിൻ്റെ നല്ലൊരു സമയവും ഞാൻ അതിസാഹസികമായി ജീവനും പണയം വെച്ച യാത്രകൾ പലതും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി ദുരിതം വിതച്ച, അന്നേ ഇത്തരം ഉരുൾപൊട്ടലുകളും നാശവും വിതച്ച വയനാടിൻ്റെ മലയടിവാരങ്ങളിലേക്കായിരുന്നു. ഒരുപക്ഷെ
അന്ന് ഞാൻ കാണിച്ച ആ ഒരു ആവേശവും ചോരയുടെ വീര്യവും ഒന്നും തന്നെ പിന്നീട് എനിക്ക് നിലനിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഏറെ വിഷമമായിരിക്കും. ചെറുപ്പത്തിൻ്റെ ആവേശം അത്ര വലുതായിരുന്നു. ഒരു പക്ഷേ പല ഇൻസിഡൻറ്റിനും വളരെ യാദൃച്ഛികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടായിരിക്കാം ജീവൻ തന്നെ തിരിച്ച് കിട്ടിയത്. ഇന്നും വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എൻ്റെ മനസ്സ് ഓടിപ്പോയതും മറ്റൊരിടത്തേക്കല്ല. മനസ്സുകൊണ്ടെങ്കിലും ഞാൻ അവിടെ എത്തുകയായിരുന്നു. കാരണം 25 വർഷം മുൻപോ ഉണ്ടായ, അല്ലെങ്കിൽ 30 വർഷം മുൻപ് ഉണ്ടായ അതേ സാഹചര്യവും സാധ്യതകളും ഇന്ന് വർഷങ്ങൾ പിന്നിട്ടും അതുപോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് ജീവനുകൾ കവർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യവും ഞാൻ തിരിച്ചറിയുന്നു. അതും ഒരു നോവായി തന്നെ നഷ്ടങ്ങൾ പടമെടുക്കുന്ന എനിക്കോ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്കോ ചാനലുകൾക്കോ ഒന്നും തന്നെയല്ലല്ലോ. നഷ്ടങ്ങൾ അവരെ വേർപിരിഞ്ഞ, അച്ഛനെ വേർപിരിഞ്ഞ മക്കൾക്കും അമ്മയ്ക്കും, ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവിനും, ഭർത്താവിന് നഷ്ടപ്പെട്ട ഭാര്യയ്ക്കും, അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മാത്രമായി തന്നെ ചരിത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ വർഷങ്ങൾ ഏറെ പിന്നിടുമ്പോഴും ഇന്നലകൾ മരിച്ചുപോയ എല്ലാവർക്കും മുന്നിലും എൻ്റെ നിശബ്ദമായ ഒരു പ്രണാമം ഞാൻ അർപ്പിക്കുകയാണ്. ഒരുപാട് പ്രണയിനികൾ എൻ്റെ പിറകിലിരുന്ന ബൈക്കും 50 ബൈക്കായിരുന്നു. ആ ബൈക്കിന് ഒരിക്കൽ പോലും ഒരു പോലീസുകാരനും ഒരു ട്രാഫിക് ജംഗ്ഷനിലും കൈ കാണിക്കാറില്ലായിരുന്നു.